ഈ മാവേലി എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. AI ഒക്കെ പാതാളത്തിലൊക്കെ എത്തിയോ? AI കുറിച്ചൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. AI മാവേലിക്ക് ഇനി ഇങ്ങോട്ടുള്ള വരവിനൊരു വെല്ലുവിളിയാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഓണം കളറാക്കാനായിട്ട് അങ്ങ് ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ മറ്റൊരു മാവേലി ഇങ്ങനെ പ്രജകളെ കാണാനായിട്ട് എന്തിനാ ഇങ്ങനെ നേരിട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അതാണ് AI മാവേലി. കാരണം നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ, എന്നോട് പറയാണ് ഫോണിൽ ഒരു ടെക്സ്റ്റ് ചെയ്താൽ പോരെ, ഞാനിങ്ങ് വരും, എന്തോ എന്നോട് ചോദിക്കാമല്ലോ, ഞാൻ അതിന് മറുപടി തരാം, ഇല്ലാതെ ഇങ്ങനെ ഒരാളെ പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അയാളെ ഒന്ന് പരിചയപ്പെടണ്ടേ? അപ്പൊ നമുക്ക് ആ AI മാവേലിയെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ മാവേലിക്ക് വെല്ലുവിളിയാകുമോ AI മാവേലി? നോക്കാം. മാവേലിയെ തപ്പി ഇനി എങ്ങോട്ടും പോകണ്ട. ഒരു വിളിക്കപ്പുറം മൂപ്പര് തയ്യാർ. മിണ്ടിയും പറഞ്ഞു വിരിക്കാൻ മാവേലി ഏത് സമയത്തും കൂടെ കാണും. ചോദ്യങ്ങൾക്ക് നർമ്മഭാഷയിലാണ് മറുപടി. തനി മലയാളത്തിൽ തനിക്കു ചുറ്റിലുമുള്ള എന്ത് ചോദിച്ചാലും മറുപടി കിട്ടും. ഇതിപ്പോ എവിടെ നിന്നെത്തി മാവേലി എന്നാണെങ്കിൽ ഇതാ ഇവരാണ് മാവേലിയെ പാതാളത്തിൽ നിന്നും AI മാവേലിയിലേക്ക് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ടീമിന്റെ ഒരു ആശയമാണ്. കാരണം എന്തുകൊണ്ട് നമുക്കൊരു AI മാവേലിനെ ഈ ഓണത്തിന് സമ്മാനിച്ചുകൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ. കാരണം ഞങ്ങളൊരു AI കമ്പനിയാണ്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് പ്രോജക്റ്റ് ചെയ്യാം, ഒരു ഫണ്ണായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാവേലി AI വഴി. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മാവേലിയോട് ചോദിക്കാം. ഇപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ വരെ മാവേലി നിങ്ങളോട് വിശദമായിട്ട് പറയുന്നതാണ്. പിന്നെ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് വളരെ ഫണ്ണി ആയിട്ടുള്ള റെസ്പോൺസ് മാവേലി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഓണം കഴിഞ്ഞാൽ അപ്പോ മാവേലി പോകുമോ എന്നാണ് സംശയം. ശരിക്കും ഇത് എല്ലാവരുടെയും ഒരു സംശയമാണ്. ഓണം കഴിഞ്ഞാൽ ഈ മാവേലി AI പോകുമെന്ന്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഈ മാവേലി AIനെ ഓണം കഴിഞ്ഞാലും നിർത്താൻ തന്നെയാണ് നോക്കുന്നത്. ഇതിനോടകം തന്നെ AI മാവേലി വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു. ടെക്നോ പാർക്കിലെ സെഞ്ചുറിയോ ടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ കലക്കൻ AI മാവേലിയെ നമുക്ക് നൽകിയത്. ഒരിക്കലും ഒരു ഹ്യൂമൻ റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫ് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ അതിനെ കൺസിഡർ ചെയ്താൽ മതി. പഴയകാലത്തെ ആളുകളുടെ ഭാഷാരീതി മുതൽ ജെൻസി കുട്ടികളുടെ പൂക്കി സ്റ്റൈലും മാവേലിക്ക് വശമുണ്ട്. അപ്പോ ഓണം കളറാക്കാൻ ഒരു വിളിക്കപ്പുറം മാവേലി ഉണ്ടാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.